നിലമ്പൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് 16 സ്ഥാനാർത്ഥികൾ. PV അൻവറിന് 52 കോടി രൂപയുടെ ആസ്തി, 20 കോടിയുടെ ബാധ്യതയുമുണ്ട്. M സ്വരാജിന് 13 ലക്ഷം രൂപ കൈവശമുണ്ട്. 9 ലക്ഷം രൂപയാണ് ബാധ്യത. നിലമ്പൂരിൽ നിന്ന് വിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. വിപിൻ, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. കൂടുതൽ വിവരങ്ങളിൽ നിലമ്പൂരിൽ നിന്ന്. താങ്ക് യു SKN. ഇന്നായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി. നാമനിർദ്ദേശ പത്രിക ഇതുവരെ സമർപ്പിച്ചിരിക്കുന്നത് 16 ആളുകളാണ് ഈ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ രംഗത്തുള്ളത്. ഒപ്പം തന്നെ ഇന്നിപ്പോൾ സമർപ്പിച്ചിരിക്കുന്ന ഈ നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം സമർപ്പിച്ചിരിക്കുന്ന സത്യവാങ്മൂലത്തിലെ വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ ഈ പുറത്തുവിടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇന്നലെ PV അൻവർ തന്നെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, മത്സരിക്കാൻ തൻ്റെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് തന്നെ താൻ മത്സരരംഗത്ത് നിന്ന് മാറുന്നു, ആഗ്രഹമുണ്ട് പക്ഷേ ആസ്തിയില്ല എന്നുള്ളതൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടുള്ള കണക്ക് പ്രകാരം 52 കോടിയുടെ ആസ്തിയാണ് ഉള്ളത്. 52,21,32,499 രൂപയുടെ ആകെ ആസ്തിയുണ്ട് എന്നുള്ളതാണ് അതിൽ കണ്ടിട്ടുള്ളത്. അതിൽ 18 കോടിയുടെ സ്വർണവും മറ്റ് കയ്യിലുള്ള പണമൊക്കെ ആയിട്ട് 18 കോടിയോളം വരുന്നുണ്ട്. 20 കോടിയുടെ ബാധ്യത ഉണ്ട് എന്നുള്ളതാണ് അതിൽ കഴിയുന്നത്. പക്ഷേ ഇപ്പോൾ കൈവശം ഉള്ളത് 25,000 രൂപയാണ് എന്നുള്ളതും അതിലെടുത്ത് പറയുന്നു. ഇവർക്ക് ക്രിമിനൽ കേസുകളുണ്ട്. 13,99,884 രൂപയാണ് M സ്വരാജിന് ആകെയുള്ള ആസ്തി എന്ന് പറയുന്നത്. 62 ലക്ഷം രൂപയുടെ ഈ കെട്ടിടങ്ങളും ഒക്കെ ആയിട്ട്, വസ്തുക്കളും ഒക്കെ ആയിട്ടുള്ളൊരു തുകയിൽ കാണിക്കുന്നുണ്ട്. 9 ലക്ഷം രൂപയുടെ ബാധ്യത എന്നും പറയുന്നു. ഒപ്പം തന്നെ ഇന്നലെയായിരുന്നു ഈ ആര്യാടൻ ഷൗക്കത്ത് ഈ പറഞ്ഞ പോലെ തന്നെ സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതിലും ഈ പറഞ്ഞ 8 കോടി രൂപ അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. 800 ഗ്രാം സ്വർണം കൈവശമുണ്ട്. 72 ലക്ഷത്തിലധികം രൂപയുടെ ബാധ്യത ഈ പണമിടപാട് സ്ഥാപനങ്ങളിലൊക്കെ ആയിട്ടുള്ള ബാധ്യതയുമുണ്ടെന്നുള്ളതാണ്. അതിൽ ആര്യാടൻ ഷൗക്കത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 2 കേസുകളാണ് അദ്ദേഹത്തിന് നിലവിലുള്ളത്. ആ രണ്ടും PV അൻവറുമായി ബന്ധപ്പെട്ട കേസുകളാണ്. PV അൻവറിനെ വധിക്കാൻ ഗൂഢാലോചന നടത്തി എന്നടക്കമുള്ള 2 കേസുകളാണ് എതിർ സ്ഥാനാർത്ഥിയായ ആര്യാടൻ ഷൗക്കത്തിൻ്റെ പേരിൽ ഇപ്പോൾ ഉള്ളത്. ഇങ്ങനെ ആണ് ഇവരുടെയൊക്കെ ഇന്ന് നൽകിയിരിക്കുന്ന സ്വത്ത് വിവരങ്ങൾ സത്യവാങ്മൂലത്തിൽ നൽകിയിരിക്കുന്നത്. 25-ാം തീയതിയാണ് ഈ നാമനിർദ്ദേശ പത്രിക തള്ളുന്നതുമായി ബന്ധപ്പെട്ടൊരു അന്തിമ രൂപത്തിലേക്ക് എത്തുകയും ചെയ്യുക. അങ്ങനെ വലിയൊരു മത്സര ചിത്രം തന്നെ ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ച് തെളിഞ്ഞിരിക്കുന്നു. SKN.